ഇടവൊന്ന് പതുക്കെ. അപ്പച്ചാ, സണ്ണിച്ചായനെ കാണുന്നില്ലല്ലോ. ആ വരും, ഒരാവശ്യത്തിന് പോയിരിക്കുക. ഇനിയും വഴക്കിനും വയ്യാവേലിക്കും പോണോ? കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ചാ മതി. അതിന് കൊച്ചുവർക്ക് വേറെ ജനിക്കണം. ഇന്നോളം എന്റെ മുഖത്ത് നോക്കി കമാന്ന രക്ഷ ഒരുത്തനും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവൻ പെൺകുട്ടി നമ്മുടെയാ. മാനക്കേട് വന്നുപെട്ടാ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ മാനക്കേട്. മേപ്പുള്ളിക്കാരുടെ പെട്ടി പണം ഉണ്ടെങ്കിൽ ഒരു മാനക്കേടും പ്രശ്നമല്ല. നീ പൊടി അപ്പുറത്ത്. അവള് ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. ചവിട്ട് ഇവിടെയല്ലേ? മേപ്പുള്ളി കൊച്ചുറക്കി മോനും അങ്ങാടി കിടന്ന് പട്ടിയെ പോലെ തല്ലുകൊണ്ടിട്ട് നീയൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചത്. ക്ഷമിച്ചത് നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നീയൊക്കെ പോയി അവന്റെ. മുതലാളി, എന്നെ അത്രയ്ക്കങ്ങ് കൊച്ചാക്കണ്ട. പുഴക്കടവിൽ ശവം പൊങ്ങുന്ന ഒരു പുതുമയൊന്നുമല്ല. ആ പൊങ്ങും. പൊങ്ങുന്നത് നിന്റെ ശവമായിരിക്കും. മുതലാളി, എന്താടാ? കട പൂട്ടി. ആ രാജമ്മ അങ്ങാടിലൊന്ന് പൂരപ്പാട്ടാ. ചെകിട് അടച്ചുപോയി. മുതലാളി മോളെയും കുറിച്ച് പറയാത്ത ചീത്ത ഒന്നുമില്ല. നാണക്കേട്. ആളുകളൊക്കെ കേട്ട് നിന്ന് ചിരിക്കുക. മുതലാളി ഒരു വാക്ക് വിണ്ടിയാ മതി, ഞാൻ അവളെ ജീവനോടെ തീയിലിട്ട് ചൂടും. അതിനെ ആമ്പിള്ളാര് വേറെ വരും. മനസ്സിലായില്ലേ? ഏറ്റവും തടിയൻ കാരിപ്പുഴ കുഞ്ഞാലു. രാവുത്തരെ കൊന്ന കേസിൽ ഇത് ഇപ്പം ഇറങ്ങിയുള്ളൂ. പിന്നെ നമ്മുടെ ചുരുളിപ്പരമു. മറ്റേയാള് പുതുമുഖമാണല്ലോ. ഏതായാലും രസമായി. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അടക്കട്ടെ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു രസം വേണ്ടേ? സ്വന്തം മോളെ മര്യാദയ്ക്ക് വളർത്തട്ടെ, അല്ലെങ്കിൽ നല്ല എല്ലാവർക്കുള്ള ആണുങ്ങളെ കൊണ്ട് കൊടുക്കട്ടെ. എന്റെ കൊച്ചിനെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തണതാ. പിള്ളേരല്ലേ അങ്ങനെ കരുതിയ പോരെ അയാൾക്കും? എന്റെ മോനെ തല്ലി നാശാക്കണോ? ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ കൊന്നേനെ. എന്താ കുഞ്ഞപ്പാ? രാജമ്മേ, ചന്ദ്ര ഇവിടെ വന്നു? ഇല്ല. കരിപ്പോൾ കുഞ്ഞാലും പരമൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വേഗം മാറുന്നോ നല്ലത്. ഏത് കുഞ്ഞാലും? നമ്മളെ റാവുത്തറ കൊന്നില്ലേ, 7ാമത്തേത്. അത് കൊല്ലൊരു തമാശ അച്ചു വിത്താന്. ചന്ദ്ര വന്ന് ഒന്ന് പറഞ്ഞേക്ക്, ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. എന്റെ ഈശ്വര, ഇതാവും വെച്ചുകൊടുത്ത വീടാ. ഇതൊക്കെ ദൈവം കൊടുക്കണതാ, അനുഭവിക്കട്ടെ. ആ ഒരുമുട്ടുള്ള വലയിൽ വീണപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. ഓ, ഇപ്പൊ അവൻ കണ്ടാലറിയില്ല. ആർക്ക് വേണവിടെ? എടി, എഴുന്നേറ്റ് പോരടി. പോരടി. അവനിവിടെ ഇല്ല. വാ വാ. ചേച്ചി, നമുക്ക് ഈ നാട് വിട്ടു പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അല്ലെങ്കിൽ നമ്മളെ കൊല്ലും. കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. അത് ഈ മണ്ണിൽ വെച്ച് തന്നെ ആവട്ടെ. ചന്ദ്രേട്ടനാണോ? അല്ല. ഒന്ന് അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടോളം പറയായിരുന്നു. ആരെയും കാണുന്നില്ല. അയ്യോ ചേച്ചി, മിണ്ടാരിയടാ. ചാവുന്നതിന് മുൻപ് ഒരെണ്ണത്തിനെങ്കിലും കൊല്ലണം. ചേച്ചി, എന്താടി പേടിച്ചു പോയോ?
വേഗം പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. എന്തേ? അവര് ടൗണിൽ നിന്ന് കേടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെന്താ, കൊണ്ടുവരട്ടെ. ചാവ നിനക്ക് അത്ര പേടിയാ? എനിക്ക് പേടിയില്ല, പക്ഷേ ഈ ആള് ഞാനോ? എന്നായാലും ചാവണ്ടടി. അത് പെട്ടെന്നാവണം. ഇട്ട് നരയിപ്പിക്കരുന്ന് മാത്രമേ ഉള്ളൂ. അതുകൊട്ടെ, നീ പോരുന്നോ എൻ്റെ കൂടെ? എന്താടി മിഴിച്ചു നിൽക്കുന്നത്? നാളെ ഞാൻ പോവാ. ഇഷ്ടമുണ്ടെ പറഞ്ഞോ, വരുന്നോ? അക്കരെ ശിവന്റെ അമ്പലത്തിൽ കൊടി കയറിയിട്ടുണ്ട്. ആ പൂതിയും കൂടെ തീർക്കണോ? എന്റെ കൂടെ പോന്നാ പിന്നെ ചെണ്ടപ്പുറത്ത് കോല് വീഴുന്നിടത്തൊക്കെ പോവാന്ന് കരുതണ്ട. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കുടുംബത്തിരുന്നോളാം.
ചന്ദ്രു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവരൂ. ഇല്ല, കൊണ്ടുവന്നാലും അടക്കാൻ മുനിസിപ്പാലിറ്റിയുടെ ചവപ്പറമ്പ് ടൗണില്. വേണ്ട, എനിക്ക് മണ്ണുണ്ട്. ഉം.